ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ തമ്പുരാൻ്റെ പീഡാസഹന കുരിശുമരണ ധ്യാനങ്ങളിൽ നമ്മുടെയൊക്കെ മിഴി നനയിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഗെത്സമൻ തോട്ടത്തിൽ ഈശോ തമ്പുരാൻ മുട്ടിന്മേൽ നിന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ആ ഭാഗമാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ. എന്നിട്ട് അവൻ പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കേട്ടോ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, തിരുഹിതം നിറവേറട്ടെ എന്ന്. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ വിചാരിക്കാറുണ്ട്, ഈശോയ്ക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിഞ്ഞതെന്ന്. ഉത്തരം കിട്ടി. യൗസേ പിതാവ് സംശയമായിരുന്നു മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ. ദൈവം പറഞ്ഞു, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. യൗസേപ്പ് പറഞ്ഞു, ദൈവമേ, നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഇഷ്ടം പോലെ. മറിയം എന്ന പെൺകുട്ടി ദൈവത്തോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അവൾ മറുപടി പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ. അതായത് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറപ്പെടട്ടെ എന്ന് ആവർത്തിച്ചു പറഞ്ഞ ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ട് വളർന്നു വന്നവനാണ് ഈശോ. ആ ഈശോ ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച നേരത്ത് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നൊരു ശൈലിയുണ്ട്, കഴിയുമെങ്കിൽ ഇതെടുത്തു മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കേട്ടോ, ദൈവമേ, നിൻ്റെ ഇഷ്ടം. പ്രിയമുള്ള മാതാപിതാക്കളെ, വീട്ടിൽ അപ്പൻ്റെ ഇഷ്ടമാണ് നടത്തപ്പെടുന്നതെങ്കിൽ, അമ്മയുടെ തന്നിഷ്ടമാണ് നടത്തപ്പെടുന്നതെങ്കിൽ, കുഞ്ഞുങ്ങൾ അവർക്കിഷ്ടമുള്ളത് ചെയ്യും. അതേസമയം അപ്പൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ, അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ, കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റും. ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറും. ആമേൻ.